രാത്രിയിൽ വെറുതെ ചപ്പാത്തി കറിയും കൂട്ടി കഴിക്കുന്നതിലും നല്ലതല്ലേ ഒരു ചപ്പാത്തീൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് ബ്രോക്കോളി. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സൂപ്പിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ലേനോ, അപ്പോൾ അതിൽ നിന്നും ബാക്കിയുള്ളതാണ് കേട്ടോ, എടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കുറച്ച് ഇതിലും കൂടി ആയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബ്രോക്കോളി തന്നെ വേണമെന്നൊന്നുമില്ല, അതൊരു ഇത്തിരി റേറ്റ് കൂടുതലാണ്. അതിന് പകരം നിങ്ങൾ ഇതിട്ടാൽ മതി, കോളിഫ്ലവർ എടുത്താൽ മതി കേട്ടോ. ഇവിടെ കയ്യിലുണ്ടായിന് എനിക്ക് എടുക്കാൻ മറന്നു ഇതാണ്. അപ്പോൾ അതും കൂടിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഏത് വെജിറ്റബിൾസും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് വെച്ചാൽ ഡെയിലി അല്ല, ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ആണ് കേട്ടോ അധികം എടുക്കൽ. അതാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് വിവിധ തരം സൂപ്പുകൾ, ഇടയ്ക്ക് ഇതേപോലത്തെ വെജിറ്റബിൾസ്, പിന്നെ അതേപോലെ വെജിറ്റബിൾസ് പുഴുങ്ങി കഴിക്കുന്നതുണ്ട് കേട്ടോ, അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ വെറുതെ കറി കൂട്ടുന്നതിലും എത്രയോ നല്ലതാണല്ലോ ഇതേപോലെ വെജിറ്റബിൾസ് ഒരു ബൗൾ കഴിക്കുന്നത് ചപ്പാത്തീൻ്റെ കൂടെ. രാത്രിയാണ് കേട്ടോ അധികം കഴിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, കട്ട് ചെയ്യുന്നതിൽ ഞാൻ അത്ര മിടുക്കിയൊന്നുമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതൊരു അറഞ്ചം പുറഞ്ചെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിലും ഒരു കലയുണ്ട് കേട്ടോ. എങ്ങനെ കട്ട് ചെയ്താലും വളരെ കുഞ്ഞു കുഞ്ഞാവണ്ട കേട്ടോ, ഒരു ഇത്തിരി വലിപ്പമായിക്കോട്ടെ. അത് ഇതേപോലെ ഒരു സ്റ്റീമറിലിട്ടിട്ട് ഒന്ന് ആവി കൊള്ളിക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയാവും. അപ്പോൾ ഒരു അര ഭാഗമൊക്കെ ഒന്ന് വെന്താൽ മതി. വേവ് വെച്ചാൽ നല്ല രീതിയിൽ വേവണ്ട കേട്ടോ, ഒന്ന് വാടിയാൽ മതി. വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ വേണ്ടേ, അതിനാണ് കേട്ടോ അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. പിന്നെ അതൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അതും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ആ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. എന്നതിന് ശേഷം ഒരു 3-4-5 വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ബട്ടറോ ഒലിവ് ഓയിലോ, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഓയിൽ നമുക്ക് ഹെൽത്തിന് നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് ഓയിൽ ഒഴിവാക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവിയിൽ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണേ. അപ്പോൾ കഴിഞ്ഞ സൂപ്പിൻ്റെ വീഡിയോയിൽ ഉപ്പ് ഇടുന്ന ആ ഭാഗം മിസ്സായിപ്പോയി. ഞാൻ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, ഇനി സോറി കേട്ടോ, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, സോറി. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ബട്ടറും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇനിയിപ്പോൾ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചപ്പാത്തീൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കി, ഒരൊറ്റ ചപ്പാത്തി മതി കേട്ടോ അതിൻ്റെ കൂടെ.